നിങ്ങൾ ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ രാത്രി കിടന്നാൽ ഉറക്കം തീരെ വരാത്തവരാണെങ്കിൽ ഈ ടിപ്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഒന്നാമതായിട്ട്, എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി ക്ലോക്ക് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു സമയം വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബോഡിക്ക് മനസ്സിലാകും ഇത് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. രണ്ടാമത്തെ കാര്യം, സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോൺ, TV, ടാബ്ലറ്റ്സ് ഇതിൽ നിന്നൊക്കെ വരുന്ന ബ്ലൂ ലൈറ്റ്സിന് നിങ്ങളുടെ ബോഡിയിലെ മെലറ്റോണിന്റെ പ്രൊഡക്ഷനെ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. മെലറ്റോണിൻ ഹോർമോൺ ആണ് ശരിയായിട്ടുള്ള ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉറങ്ങുന്നതിന്റെ 1-2 മണിക്കൂർ മുന്നേ നിങ്ങൾ ഫോണൊക്കെ എടുത്തു വെക്കുക. പകരം ഒരു റിലാക്സിങ് ബെഡ് ടൈം റുട്ടീൻ ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾ പുസ്തകം വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാം. ഇങ്ങനെ റിലാക്സ്ഡ് ആയതിനു ശേഷം ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തതായിട്ട്, നിങ്ങൾ ഉറങ്ങുന്ന എൻവയോൺമെന്റ് ഹെൽത്തി ആണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അധികം ശബ്ദങ്ങളൊന്നും ഇല്ലാതെ ശാന്തമായിട്ടുള്ള ഒരു ബെഡ്റൂം ചൂസ് ചെയ്യുക. ബെഡ്റൂം എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ബെഡ്ഷീറ്റ്സ് ആണെങ്കിലും പില്ലോ കേസ് ആണെങ്കിലും ഒക്കെ പ്രോപ്പർ ആയിട്ട് ചേഞ്ച് ചെയ്യുക. ലൈറ്റ് ഒക്കെ ഡിം ആക്കി വെക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, നിങ്ങളുടെ ബെഡ് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കുകയാണെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും ഒന്നും ബെഡിൽ ഇരുന്ന് ചെയ്യാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബെഡിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിനിന് അതിന് ഉറക്കവുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തൊരു കാര്യം, നിങ്ങളുടെ ഡയറ്റ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഹെവി മീൽസ് കഴിക്കുന്നത് ഒഴിവാക്കുക. ഇത് നിങ്ങൾക്ക് ദഹനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഈ കാരണം കൊണ്ട് ഉറക്കം വരാതിരിക്കുകയും ചെയ്യാം. അതേപോലെ ആൽക്കഹോൾ, കഫീൻ ഇതിന്റെ ഒക്കെ യൂസ് ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പേ നിങ്ങൾ ഒഴിവാക്കുക. പകരം ലൈറ്റ് ആയിട്ടുള്ള സ്നാക്സ് അല്ലെങ്കിൽ സാലഡ്സ് ഒക്കെ കഴിക്കാം. അടുത്തൊരു കാര്യം, സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സ് ശാന്തമാണെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമില്ലാത്ത ചിന്തകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് ഉറങ്ങാൻ പോവുക. അതിനുവേണ്ടി നിങ്ങൾക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാം, ഡീപ് ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാം. ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ബാഡ് തോട്ട്സ് ഉള്ളത് അതൊക്കെ ഒരു ബുക്കിൽ കുറിച്ച് വെച്ച് ഒന്നും തന്നെ നിങ്ങളുടെ മനസ്സിലില്ലാന്ന് ഉറപ്പുവരുത്തി റിലാക്സ്ഡ് ആയിട്ട് ഉറങ്ങാൻ ശ്രമിക്കാം. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേണിൽ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടും.